കേന്ദ്ര കാർഷിക വിപണന നയം തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങി കർഷക സംഘടനകൾ. ഫെബ്രുവരി 8-9 തീയതികളിൽ എംപിമാരുടെ ഓഫീസുകളിലേക്കും വസതികളിലേക്കും മാർച്ച് നടത്തുമെന്നുള്ളതാണ് കർഷക സംഘടനകൾ അറിയിക്കുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, പലതരത്തിലുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നിലവിലിപ്പോൾ ഈ 8-9 തീയതിയിൽ നടക്കുന്ന സമരത്തിന്റെ രീതി എങ്ങനെയാണ്? അതിൽ ഏതൊക്കെ കർഷക സംഘടനകൾ പങ്കാളികളാകും ആവശ്യം? രാകേഷ് ടിക്കായത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത കിസാൻ മോർച്ചയാണ് ഈ സമരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലൊപ്പം രാജ്യത്താകമാനം തന്നെ എംപിമാരുടെ, അത് ഭരണപക്ഷ എംപിമാരുടെയും പ്രതിപക്ഷ എംപിമാരുടെയും വീട്ടിലേക്ക് കൂട്ടമായി ചെന്ന് നിവേദനം കൈമാറുന്ന തരത്തിലൊരു പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ നിവേദനം കൈമാറുന്നത് സംസ്ഥാന സർക്കാരുകളിലേക്ക് ഈ കേന്ദ്ര കാർഷിക വിപണന നയം അത് തള്ളിക്കളയണം, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ളൊരു പ്രമേയം പാസ്സാക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും. ഇത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടും ഈ കാര്യം ആവശ്യപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചിരിക്കുന്നത്. ഈ 2021 പിൻവലിച്ച കാർഷിക നിയമങ്ങളിലേക്കുള്ളൊരു പിൻവാതിലാണ് പുതുതായിട്ട് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിപണന നയം ഇപ്പോൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചട്ടക്കൂട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് നിലവിൽ കർഷക സംഘടനകൾ പറയുന്നത്. പ്രധാനമായിട്ടും താങ്ങുവിലയ്ക്കുള്ള ഒരു ഗ്യാരണ്ടി ഇല്ലാതാക്കുക, ഒപ്പം തന്നെ കോർപ്പറേറ്റുകളെ സഹായിക്കുക, കോർപ്പറേറ്റുകൾക്ക് ഈ ഉൽപ്പന്നങ്ങളും വിളകളും എല്ലാം തന്നെ സംഭരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വീണ്ടും നൽകുക തുടങ്ങിയിട്ടുള്ള കർഷക വിരുദ്ധമായിട്ടുള്ള നയങ്ങളാണ് ഈ പുതിയ നിയമത്തിലും കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം ആരോപിച്ചാണ് ഈ നയത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളയണം എന്നുള്ള കാര്യം ഇപ്പോൾ കർഷകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നാളെ സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കലുമായിട്ടും ഈ സംയുക്ത കിസാൻ മോർച്ചയുടെ ഒരു ചർച്ചയുണ്ട്. അതിൽ മറ്റ് ഭാവി ഈ പ്രതിഷേധങ്ങളടക്കം ഇവർ സംയുക്തമായി തന്നെ പ്രഖ്യാപിക്കുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് കർഷക സംഘടനകൾ എന്ന വിവരമാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.